ശരിക്കും ലിജോ അനിയത്തിപ്രാവ് വരുന്ന സമയത്ത് 10ാം ക്ലാസ് പഠിക്കായിരുന്നു. അനിയത്തിപ്രാവ് ഇറങ്ങിയ വർഷം ഏതാ? 97. ജനിച്ചിട്ടുണ്ടായിരുന്നോ? 1ാം ക്ലാസ്. അന്ന് ചാക്കോച്ചന്റെ ഭയങ്കര ഫാനായിരുന്നോ? അല്ല, നിറം കണ്ടിട്ട്. ഞാൻ നിറമാണ് ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടത്. ലൈഫിൽ ഫസ്റ്റ്. ചാക്കോച്ചന്റെ ആദ്യത്തെ പടം ഞാൻ നിറമാണ് കണ്ടിട്ടുള്ളത്. അത് കണ്ട് കുറെ കാലം ആ ക്യാരക്ടേഴ്സ് രണ്ടുപേരും, സോനയും എബിയും, ആ 2 ക്യാരക്ടേഴ്സും കുറെ കാലം മനസ്സിലുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ സോനടാ എബിഡാന്ന് വിളിക്കുമായിരുന്നു. ഇല്ല, ചെറിയ, ഞാനിപ്പോ 3ാം ക്ലാസ്സിലായിട്ടുള്ളൂ. അപ്പൊ അത്രയും ഇതൊന്നും ആയിട്ടില്ല. അന്നത്തെ ചാക്കോച്ചൻ ഇപ്പോഴത്തെ ചാക്കോച്ചിലേക്ക് മാറ്റം എന്താ? ഒരു മാറ്റവും ഇല്ല. ആണോ? അത് മീൻസ് അഭിനയത്തിന്റെ കാര്യത്തിലെല്ലാം പറഞ്ഞു. ഓക്കെ. പെരുമാറ്റത്തിന്റെ കാര്യത്തിലും സ്വഭാവത്തിന്റെ കാര്യത്തിലും ക്യാരക്ടറിന്റെ കാര്യത്തിലും ഒരു മാറ്റമില്ല. പക്ഷെ അഭിനയത്തിന്റെ കാര്യത്തിൽ ഒരുപാട് മാറ്റമാണ്, ഒരുപാട് വളർന്നു. ഗംഭീരമായിട്ടുള്ളൊരു വേറൊരു ചാക്കോച്ചനെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ആക്ടിങ്ങിന്റെ കാര്യത്തിൽ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. പക്ഷേ ക്യാരക്ടറിന്റെ കാര്യത്തിൽ അന്നത്തെ ചാക്കോച്ചൻ തന്നെയാണ് ഇന്നും. ഇതിന്റെ ഡബ്ബിംഗ് കണ്ട ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചാക്കോച്ചന്റെ ചാക്കോച്ചന്റെ ഏറ്റവും ഞെട്ടിക്കുന്ന പെർഫോമൻസ് ആയിരിക്കും ഈ സിനിമയിൽ നിന്ന്. ആരാണ് എനിക്ക് ഈയിടെയായിട്ട് ചാക്കോച്ചൻ നമ്മൾ ജനങ്ങൾ പറയേണ്ട കാര്യമല്ലേ അല്ലേ? അല്ല, പല സിനിമകളിലും ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. അതിന്റെ കൂട്ടത്തിലേക്ക് തീർച്ചയായിട്ടും. അല്ല, ട്രെയിലർ കാണുമ്പോൾ നമുക്ക് കുറേയൊക്കെ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഞാൻ സിനിമ മുഴുവൻ കണ്ടിട്ടില്ല. പക്ഷേ ട്രെയിലർ കാണുമ്പോൾ ചാക്കോച്ചന്റെ പെർഫോമൻസ് ഗംഭീരമാവുന്നുള്ള പ്രതീക്ഷ എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ. തീയുടെ അടുത്തുനിന്നൊരു ഫൈറ്റ് കാണുന്നുണ്ട്, വണ്ടി തിരിക്കുന്നുണ്ട്. ഏറ്റവും റിസ്ക് എടുത്ത് പടത്തിൽ ചെയ്ത സീൻ ഏതാ? ഫൈറ്റ് സീക്വൻസസ് അത്യാവശ്യം റിസ്ക് സാധനങ്ങളായിരുന്നു. കാറിന്റെ ചേസും പരിപാടികളൊക്കെ അത്യാവശ്യം അങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് എന്തായാലും. ആണോ? ഏറ്റവും റിസ്ക് എന്ന് പറയാൻ എടുത്തു പറയാൻ പറ്റുമോ? അങ്ങനെ ഇതെല്ലാം അങ്ങ് ചെയ്യുന്നില്ല, നമ്മളൊരു ആവശ്യത്തിനങ്ങ് ചെയ്യണം. ഇപ്പോൾ പലരെയും വിശ്വസിച്ച് പല കാര്യങ്ങളിലും ഡിപ്പെൻഡ് ചെയ്ത് ഇപ്പോൾ എതിരെ നിൽക്കുന്ന ഫൈറ്റ് സീക്വൻസ് ചെയ്യുമ്പോൾ എതിരെ നിൽക്കുന്ന ആളുടെ ടൈമിംഗ് തെറ്റുകയാണെങ്കിൽ എല്ലാം പോകും. ഈ തീയുടെ കൂടെയാണ് കളിക്കുന്നത്. തീ മൊത്തം തലയിൽ പോയി വന്നു കഴിഞ്ഞാൽ മുടി മൊത്തം കത്തി പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാവും. പക്ഷെ അതങ്ങ് അങ്ങനത്തെ വളരെ പ്രശ്നങ്ങളൊന്നും സംഭവിക്കാതാണ് അത് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് റിസ്ക് എന്തായാലും ഉണ്ടാവും, സംഭവിച്ചിട്ടില്ല ഭാഗ്യത്തിന്റെ. ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ ഏറ്റവും കൂടുതൽ ഓട്ടമായിരുന്നു. ഈ പടത്തിൽ എന്താ? ഇതിൽ ഓട്ടം അങ്ങനെയില്ല, ഇതിൽ പേടിയാണ്. കുറെ പേടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പടത്തിൽ ഒരു ഹൊറർ ഒരു ആസ്പെക്റ്റും കൂടിയുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഇയാൾ പേടിക്കുന്ന കുറേ അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. അത് വിഷ്വലിയും അല്ലെങ്കിൽ ഓഡിയോ എന്നുള്ള രീതിയിലുമെല്ലാം അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. 6ാം പാതിര ഉടനെ ഉണ്ടാവോ? ഉടനെ ഉണ്ടാവില്ല, കുറച്ച് സമയം എടുക്കുകയില്ല. കേട്ടോ? കഥയൊക്കെ കേട്ടോ? കഥ ഓൾമോസ്റ്റ് ഉണ്ട്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആയി വരണം.